എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ 7:15 കേട്ടോ ഇറങ്ങിയേക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, ട്രിപ്പ് വരട്ടെ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു 430 രൂപയുടെ ട്രിപ്പാണ്. അത് റഡാറിലായതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്തു. അത് എങ്ങോട്ടാന്ന് പോലും അറിയത്തില്ല. ബാക്കി അവിടെ ചെന്നിട്ട് പറയാട്ടെ എങ്ങോട്ടാന്നൊക്കെ. ഓക്കെ, റഡാറിലാണ്. നമ്മൾ രാവിലെ 7:15 ഇറങ്ങിയത്. നമുക്ക് 7:50 ആയപ്പോഴത്തേക്കും ട്രിപ്പ് കിട്ടി. ഏതായാലും നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ പോവാണ്. നഷ്ടമാണ് ഈ ട്രിപ്പ്. കാരണം 30 കിലോമീറ്ററോളം ഉണ്ട് കാണിച്ചേക്കുന്ന കേട്ടോ. 30 കിലോമീറ്റർ ആയതുകൊണ്ട് എങ്ങോട്ടാണെന്നും അറിയത്തില്ല. ചടപടയെന്നുള്ള എല്ലാം ഞൊട്ടിയിട്ടേലായിരുന്നു. വരവും എടുക്കും എല്ലാം കൂടെ ആയിരുന്നു. അപ്പൊ മിന്നായം പോലെ കണ്ടുള്ളൂ. എങ്ങോട്ടാണെന്നും അറിയത്തില്ല. ഇനി വല്ല ഇന്റർസിറ്റി ആണോ എന്താണെന്ന് അറിയില്ല, എങ്ങോട്ടാണെന്നും അറിയില്ല. അപ്പം ആ ട്രിപ്പ് നമ്മൾ എടുത്തു. ഏതായാലും ലാഭമാണേലും നഷ്ടമാണേലും നമ്മള് ഇതാണ്. ഒരു 500 രൂപ ഗൂഗിൾ പേ വന്നിട്ടുണ്ടല്ലോ, അതാരാണോ? കുഞ്ഞുങ്ങൾ. ഓക്കെ ഗൈസ്, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, അതെടുക്കാം. എവിടെയാണോ? അംബേദ്കർ റോഡെന്നും പറഞ്ഞാ കൊടുത്തേക്കുന്നത്. നമ്മുടെ വീടിനോട് ശ്രീനാരായണ റോഡിന്റെ അവിടെ നിന്നാണെന്ന് തോന്നുന്നു. നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഞായറാഴ്ച രാവിലത്തെ ആദ്യത്തെ കൈനീട്ടമാണ്. നോക്കാം, ഒരു 9 മണിയാകുമ്പോ ഒരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ട്. നമുക്ക് എത്താൻ പറ്റുമെങ്കിൽ എത്താം, ഇല്ലെങ്കിൽ വേറെ വണ്ടി വിളിച്ചു വിടാം. നമ്മളെ ദൂരെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് എത്താൻ പറ്റിയില്ല എന്ന് വരും. ഇപ്പൊ 8 മണിയായില്ല, എത്താൻ വഴി കുറവാ. 9 മണി ആവൂല, എത്തൂല. വേറെ വണ്ടി വിളിച്ചു വിടേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്ക് ട്രിപ്പ് വന്നേക്കുന്ന TV ജംഗ്ഷൻ നാടാ. TV ജംഗ്ഷൻ എങ്ങോട്ടാണെന്നറിയില്ല. ഒരു മായയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് ആണ്. എല്ലാ ദിവസവും വീഡിയോ ഇടാമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ആകെ പരിതാപകരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മള് ഈ ജംഗ്ഷനിൽ നിന്നാണ് കേട്ടാ. ആളവിടെ നിൽക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ ആളിപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 453 രൂപയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിപ്പോയി. 29 കിലോമീറ്റർ ഓടിയിട്ടാണ് നമുക്ക് 453 രൂപ. 630 രൂപയായിരുന്നു ഫെയർ.
175 രൂപ അവരുടെ കമ്മീഷൻ പോയി. അല്ലേ, 176 രൂപ കമ്മീഷനും 45 പൈസ ടാക്സ് പോയി. ടോട്ടലി 630 രൂപ കിട്ടി. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആ ട്രിപ്പ് വന്നിരുന്നു കഴിഞ്ഞാൽ മാഞ്ഞാലിക്കായിരുന്നു. മാഞ്ഞാലി മനക്കിപ്പടി അവിടെ ആയിരുന്നു ആ ട്രിപ്പ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഇതുവരെ ട്രിപ്പുകളൊന്നും വന്നിട്ടില്ല. അടുത്ത ട്രിപ്പ് വരുന്നവരെ കാണാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ ട്രിപ്പാണ്. ഒരു വിസ്മയ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തെയാണ്. ആലോചിക്കാൻ തോന്നുന്നു. അതും ഈ പറഞ്ഞ പോലെ റഡാറിലാണ്. ടപ്പയെന്ന് പറഞ്ഞാൽ വന്ന്. അപ്പോൾ നമുക്ക് ആ ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം. ഓക്കെ, ബൈ. നമ്മളിവിടെ വന്നിട്ട് മാഞ്ഞാലി വന്ന് മാഞ്ഞാലി മനക്കപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടെ വന്ന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത പിന്നെയാണ് കേട്ടോ, കറക്റ്റ് 1 മണിക്കൂറായപ്പോഴാണ് നമുക്ക് ട്രിപ്പ് കിട്ടുന്നത്. ഒരു 200 ചില്ലറ രൂപയുടെ ട്രിപ്പാണ്. എന്തായാലും നമ്മളത് എടുത്തു. ട്രിപ്പിന്റെ കുറവ് കാരണം നമ്മൾ ആ ട്രിപ്പ് എടുത്തു. ഒരു 1.5 കിലോമീറ്റർ അപ്പുറം നിന്നാണ് ആ ട്രിപ്പ് വന്നേക്കുന്നത്. നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ട്, അത് റഡാറിലാണ് ട്രിപ്പ് വന്നത്. അപ്പൊ റഡാർ അറിയാലോ, നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല, കാണാൻ പോലും പറ്റത്തില്ല. ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാന്ന് നോക്കിയൊന്നുമില്ല, ചാടി എടുത്തു. അപ്പൊ ഏതായാലും ഭാഗ്യം കൊണ്ട് നമുക്ക് ആ ട്രിപ്പ് കിട്ടി. നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 950 മീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ അപ്പുറം നിന്നായിരുന്നു ബുക്കിംഗ് വന്നത്. ഇപ്പോൾ ആകെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇനിയിപ്പോൾ 900 മീറ്റർ കൂടെ ഉള്ളൂ. അപ്പം എങ്ങോട്ടാന്ന് അവിടെ ചെന്ന് OTP അടിച്ചാലേ അറിയത്തുള്ളൂ എങ്ങോട്ടാന്ന്. വായിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അറിയാൻ പാടില്ല. എങ്ങോട്ടാണേലും പോകാൻ തയ്യാറായതുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടി എടുത്തു. ആലുവയ്ക്കാണോ എന്നൊരു ഡൗട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. നമ്മള് ഏകദേശമൊക്കെ അതിന് അടുത്തായിട്ടുണ്ട്. ഒരു വിസ്മയമേടമാണ്, വിസ്മയ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നോർത്ത് പറവൂരിലേക്കായിരുന്നു. അവിടെ നിന്ന് പറവൂർ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ്. കുഴപ്പമില്ല, ഇത് ചെയ്തു. നമ്മൾ അവിടുന്ന് റോട്ടിൽ ഇറങ്ങി കിടക്കാം. നമ്മള് ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കാനുള്ള ഒരു സ്പോട്ട് നോക്കിയിട്ട് അവിടെ ഒതുക്കാം. ചായ കുടി നടക്കും. അവിടുന്ന് അടുത്ത ട്രിപ്പ് എടുത്തോണ്ട് പോവാം. ഈ 2 ട്രിപ്പും റഡാറിലായതുകൊണ്ടാണ് നമുക്ക് ട്രിപ്പ് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നത്. അപ്പൊ അടുത്ത് നോർമൽ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഞാൻ കാണിക്കാം. പക്ഷെ ഈ 2 ട്രിപ്പും നിർഫാക്കി വെച്ചാൽ അത് റഡാറായി പോയി.
ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ്. ബോട്ടിൽ നിന്നൊരു അവര് ബുക്ക് ചെയ്തെടുത്തുനിന്നൊരു 1 കിലോമീറ്റർ ഉണ്ടാവും. ഏതായാലും 20 രൂപ അഡീഷണൽ കൂട്ടി മേടിച്ചു. അവര് ബുക്ക് ചെയ്തെടുത്തുനിന്ന് 1 കിലോമീറ്റർ ഉണ്ടാവും, ഉള്ളിലോട്ട് കയറിയാണ്. അപ്പൊ നമുക്ക് ബുക്ക് ചെയ്തിടം വരെയുള്ള പൈസ വീഴണം. അല്ലെങ്കിൽ പിന്നെ ലൊക്കേഷനിൽ അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ പോയാൽ അതിനുള്ള പൈസ അവര് തരും. 1 കിലോമീറ്ററൊന്നും പോയാൽ നമുക്ക് ആ പൈസ കിട്ടാൻ ചാൻസ് കുറവാണ്, കിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മള് പൈസ 20 രൂപ കൂടുതൽ മേടിച്ച് 1 കിലോമീറ്റർ അഡീഷണൽ ഓടിയും 20 രൂപ കൂടുതൽ മേടിച്ചു. ഇനിയിപ്പോ നമുക്കിവിടെ വണ്ടി ഒതുക്കാന്നൊക്കെ സ്ഥലം, ഒരു ഹോട്ടൽ നോക്കി നമുക്ക് വണ്ടി ഒതുക്കാം. എന്നിട്ട് ഇവിടുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫാക്കുന്നില്ല. വരികയാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് പറയാം. ചില ആൾക്കാർ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാന്ന് പറയും. ചിലര് ക്യാൻസൽ ചെയ്ത് കളയും. എന്നിരുന്നാലും നമുക്ക് ഓഫാക്കണ്ട. ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി നഷ്ടപ്പെട്ടു പോകും. പ്രയോറിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിപ്പ് വരാൻ താമസമാണ്. നമുക്ക് ഏതായാലും ഒന്ന് മൂത്രം വെച്ചിട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് മൂത്രമൊക്കെ വെച്ചിട്ട് ചായ കുടിക്കാം. ഓക്കെ നമ്മളിപ്പോ ചായ കൂടി കഴിഞ്ഞു. വീടും കടയോടും കൂടിയൊരു ഇതാണ്. അവിടെ നിന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചോണ്ടിരുന്നപ്പോ നമുക്കൊരു റഡാർ അടിച്ചായിരുന്നു. അടിച്ചിട്ട് കിട്ടിയില്ല. എടുത്തിട്ട് 10 മിനിറ്റ് പറയാന്നുള്ള രീതിയിലായിരുന്നു, പക്ഷെ അടിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മള് ഇവിടെ നിന്നല്ല, ഇവിടെ ഇച്ചിരി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യലാണ്ട് മാർഗമില്ല. ഇവിടെ നല്ല തണലുണ്ട്, അടിപൊളി. ഇവിടെ ഇടാം. ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിക്കട്ടെ. നമുക്കിപ്പോ ചായ കുടിച്ചതിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ മാറ്റിയിട്ടേക്കാണ്. ആണെങ്കിൽ ഇവിടെ നിന്ന് ഇറച്ചി മേടിക്കാം. ബീഫുണ്ട്, പോർക്കുണ്ട്, ഉണ്ട്. നമ്മൾ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു റഡാർ അടിച്ചു കേട്ടോ. അടിച്ചിട്ട് കിട്ടിയില്ല. നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. റഡാർ വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. രാവിലെ 2 റഡാർ അടിച്ച്, അത് 2ഉം എടുത്തു. 3ാമതൊരു റഡാർ വന്നു, അത് കിട്ടിയില്ല. 4ാമതൊരു റഡാർ വന്നു, അതും കിട്ടിയില്ല. നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് 2 ട്രിപ്പാണ് കിട്ടിയേക്കുന്നത്. ആദ്യത്തെ 11 കിലോമീറ്റർ പോകണം. ഇപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞ 11 കിലോമീറ്റർ 215. നമുക്ക് 350 രൂപ നമ്മൾ മേടിച്ചു. 20 രൂപ കൂടുതൽ ഓടിയതുകൊണ്ട്, 1 കിലോമീറ്റർ കൂടുതൽ ഓടിയതുകൊണ്ട് നമ്മൾ 20 രൂപ കൂടുതൽ മേടിച്ച്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് 29 കിലോമീറ്റർ ആയിരുന്നു. 453 രൂപയാണ് നമ്മുടെ ഫെയർ. കളക്ട് ചെയ്ത് 630 രൂപ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ട്രിപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ റഡാർ അടിച്ചുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല. നോർമൽ ട്രിപ്പൊന്നും അടിക്കുന്നില്ല. ഈ ഏരിയയിൽ വേറെ വണ്ടികളുണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു ഇങ്ങനെ റഡാർ അടിക്കുന്നത്. കാരണം ഒരുപാട് വണ്ടി ഉണ്ടെങ്കിൽ റഡാർ എല്ലാവർക്കും കൂടെ വിടും. ആരെങ്കിലുമൊക്കെ എടുത്താൽ കിട്ടും. ഒരു വണ്ടി ഉള്ളെങ്കിൽ നോർമലായിട്ട് നമുക്ക് ട്രിപ്പ് വരും. അങ്ങനെയാണ് എടുക്കാറ്. പക്ഷെ എന്താണ് ഇന്നിപ്പോൾ 2 തവണയായി. 2അല്ല, റഡാർ ഇപ്പം ഇന്നിപ്പോൾ 4 ട്രിപ്പ് അടിച്ചു റഡാർ. അതിൽ 2 നമ്മൾ എടുത്ത്, 2 മിസ്സായി. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ട്രിപ്പ് വരട്ടെ. എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് കൊണ്ടേ പോകുന്നുള്ളൂ. ഓക്കെ, അതേ ട്രിപ്പ് വന്നു. അത് നോർമലായിട്ട് അടിച്ച് എറണാകുളം ജംഗ്ഷനിലോട്ടാണ്. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്കിത് പോയി പിക്ക് ചെയ്യാം. നമുക്കിവിടുന്ന് എറണാകുളം അടിച്ചു.
ഇവിടുന്നൊരു 1 കിലോമീറ്റർ ഉണ്ട്. എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൗത്തിലേക്കാണ്, എറണാകുളം സൗത്തിലേക്കാണ് നമുക്ക് ട്രിപ്പ് അടിച്ചേക്കുന്നത്. നമ്മളത് എടുക്കാൻ വേണ്ടി പോവാണ്. ഒരു ജിതീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഓ ഷിറ്റ്, അത് കഴിഞ്ഞു പോയി. നമ്മള് വർത്താനം പറഞ്ഞു വന്ന് നമ്മള് തിരിയേണ്ട ഏരിയ കവർ ചെയ്തു പോയി. വർത്താനം പറഞ്ഞു വന്ന തിരിയേണ്ട റോഡ് കഴിഞ്ഞു പോയി. നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോന്നു. ഇനിയിപ്പോ തിരിച്ചു പോവാ. ചറപറാന്ന് വണ്ടി ഇങ്ങനെ പുറകേന്ന് വരുന്നുണ്ട്. നമുക്ക് റോഡിലോട്ട് കയറാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഏതായാലും നമ്മൾ റോട്ടിൽ കയറി. പതിനൊന്ന് മണിയായി കേട്ടോ, പക്ഷെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഇത്രയും നേരം നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്നോണ്ടാന്ന് തോന്നുന്നു, എ സി ഒന്നും ഇല്ലാണ്ട് ഇരുന്നോണ്ടേ ഭയങ്കര ചൂട്. അങ്ങനെ നമ്മൾ ആ റോട്ടിൽ കയറി. 800 മീറ്റർ കൂടെ ഉണ്ട്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാ വണ്ടി അപ്പം മുട്ടും. അയ്യോ, അപ്പൊ നമ്മൾ വഴി മാറിയാ കയറിയേക്കുന്നത്. മിക്കവാറും അത് ക്യാൻസൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. അവർക്ക് ഇവിടുത്തെ റോഡത്ര പരിചയമില്ല, നമുക്കൊട്ടും പരിചയം. എന്നാ ആ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാവും, പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലും ഒന്ന് പറയുമോ, അതിന് വരുമോ, എന്തേലും ചെയ്യും. ഇത് അത് ചെയ്യാം. ഹലോ ഹലോ, എത്തിയിട്ടില്ല. ഞാനിവിടെ വഴി ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു വളവിന്റെ അവിടെ നിന്നാണോ തിരിയണ്ടേ? കടയൊന്നും ഇല്ലല്ലോ. ആ അടുത്താണ്, പക്ഷെ ഇത് വഴി അങ്ങോട്ട് കറക്റ്റ് ആകുന്നില്ല. ഞാൻ ആ വീടിന്റെ തൊട്ടിപ്പുറത്തെ വീട് വരെ വന്ന്. ഇവിടെ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. ഏടാകൂടം പിടിക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്തെ റോഡിൽ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. കടയെത്തി നമ്മൾ ആ റോഡിലെത്തി. വീണ്ടും കടയെത്തി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ റോഡിൽ ചെന്ന് ചാടും, സംശയമില്ല. വഴിയില്ല. ആഹാ, ഇത് ഞാൻ രാവിലെ കൊണ്ടാക്കിയ വീടാണ്.
ആളാന്ന് തോന്നുന്നു. നമ്മള് രാവിലെ ഇവിടെ കൊണ്ടുവിട്ടില്ലേ ആ ഏരിയയിലാണ്. അവിടുന്ന് കുറെ ആൾക്കാര് അവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അതാന്ന് തോന്നുന്നത്. ഇതേ ഞാൻ രാവിലെ ഡ്രോപ്പ് ചെയ്തോളൂ. ഒരു 4 ലേഡീസ് ഒരു ചേട്ടൻ. മാഞ്ഞാലിന്ന് ഒന്ന്. പിന്നെ വഴി പക്ഷെ എനിക്ക് അപ്പുറത്തെ വഴിയാ കാണിച്ചത്. ഇവിടുന്ന് എനിക്കറിയില്ല. ഓറ്റി പറയാമോ? എടുത്തോ. 9001. എവിടെ സ്ഥലം ചേരുന്ന? മരടല്ലേ? എനിക്ക് Q1 മാളിലൊന്ന് ജസ്റ്റ് Q1 മാളില്ലേ പലരോട്ടം 2 ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അത്, സെക്കൻഡ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ താമസം അല്ല, എന്റെ വീട് എവിടെയാണ്? എന്റെ ഓഫീസ് അവിടെ പാലാരിവട്ടത്താണ്. അവിടെ ജസ്റ്റ് സാധനം എടുക്കാം. ഹലോ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ സൗത്തിൽ കൊണ്ടിറക്കി. ആള് ഒരു കള്ളുകൂടി പറഞ്ഞിട്ട് കാര്യമില്ല. ആള് വരാപ്പുഴ ഒരു ബീവറേജ് കയറി. അവിടുന്ന് സാധനം കിട്ടിയില്ല. അവിടുന്ന് വൈറ്റിലേ വന്നു. അവിടുന്ന് സാധനം മേടിച്ച് ആള് തിരുവനന്തപുരത്ത് പോവാണ്. നിർത്തി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ കുഴപ്പമില്ല, നമുക്ക് നിർത്തി കൊടുക്കാന്ന് പറഞ്ഞത്. മാനുഷിക പരിഗണന ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും അവിടെ കൊണ്ട് പുള്ളിയെ ഇറക്കി. റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ കൊണ്ട് ഇറക്കി. ആള് കുഴപ്പമില്ല ഒക്കെ തന്നു, പൈസയൊക്കെ തന്നിട്ട് പോയി. അപ്പൊ നമ്മളിവിടെ അടുത്ത ട്രിപ്പ് വരാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ തണുതൊന്നുമില്ല, ഒരു രക്ഷയില്ല, ചൂട് കാരണം. നമ്മൾ ഊണ് കഴിച്ചിട്ടില്ല. അപ്പം കഞ്ഞി എന്തെങ്കിലും കഴിക്കണം. കഞ്ഞിയോ ഊണോ എന്തെങ്കിലും കഴിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് വരുമോ എന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ അടിച്ച് ഇന്ന് മൊത്തം റഡാറിന്റെ ട്രിപ്പ് ദിവസമാണെന്ന് തോന്നുന്നു. എല്ലാം റഡാറാണ് വരുന്നത്. ചട്ടപ്പട്ടയെന്നും പറഞ്ഞിട്ട് എടുക്കണം. ആ ജംഗ്ഷനിൽ നിന്നാണ്. ഓക്കെ, നമുക്കിപ്പോ ആളെ പിക്കാൻ പോയ ആരാന്ന് ചോദിച്ചാല് ഒരു ബിന്ദു. ഒരു ബിന്ദുവാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മള് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ല കേട്ടോ. സൗത്ത് റെയിൽവേ സ്റ്റേഷന് അവിടെ വന്ന മനോരമയുടെ പാറത്തിന് അവിടെ നിന്നാണ്. മിസ്റ്റർ ബിന്ദു ഇവിടെ നിന്നാന്ന് തോന്നുന്നു. ആരാണോ എന്താണോ എന്തോ. ഓക്കെ, നമുക്കൊന്ന് എടുത്തു നോക്കാം. ആള് വിളിക്കുന്നുണ്ട്. ഹലോ. നാളെ ഒരു ഓട്ടം പോകാൻ വരാൻ പറ്റുമോ രാവിലെ? എപ്പോഴത്തേക്കാണ്? അപ്പൊ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയി. നമുക്ക് കുണ്ടന്നൂര് ഫോർമാലിലോട്ടായിരുന്നു. ഒരു മേഡം ആയിരുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുണ്ടന്നൂർക്ക് കിട്ടിയതായിരുന്നു.
നമ്മളിനി ഇവിടെ ഇറക്കിയിട്ട് പുറത്തിറങ്ങി മാറി വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് നമ്മുടെ CNG 3 ഘട്ടം കൂടെ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് CNG പമ്പാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കയറി ഗ്യാസ് അടിച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. അല്ലെ പിന്നെ നമ്മള് രണ്ടാമത് പിന്നെയും വരേണ്ടി വരും. അതുകൊണ്ട് നമ്മള് ഓൺലൈനിൽ തന്നെയാണ്. ട്രിപ്പ് വരികയാണെങ്കിൽ എടുക്കാം. നമുക്കിപ്പോ CNG ഫില്ല് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാം. അപ്പൊ CNG ഫില്ല് ചെയ്തിട്ട് ട്രിപ്പ് വരികയാണെങ്കിൽ എടുക്കാം. ട്രിപ്പ് വരുവാണെങ്കിൽ കാണിക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നാകെ 4 ട്രിപ്പും 2 റഡാർ അവിടെ അടിച്ചു. മൊത്തം നമുക്ക് 6 ട്രിപ്പ് അടിച്ചു. 6 ട്രിപ്പില് 1 ട്രിപ്പ് മാത്രമേ നമുക്ക് നോർമൽ ട്രിപ്പ് അടിച്ചുള്ളൂ. ബാക്കി എല്ലാം റഡാറാണ് വന്നത്. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞ്. നോർമൽ വന്ന ട്രിപ്പ് ഞാൻ കാണിച്ചു. ഇനി നോർമൽ അടിക്കുകയാണെങ്കിൽ കാണിക്കാം. ഇതുവരെ വേറെ ട്രിപ്പ് വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി സമയമുണ്ടല്ലോ, വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് വരട്ടെ. അപ്പൊ നമ്മള് CNG പമ്പ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് തന്നെ ഇപ്പൊ ഗ്യാസ് അടിക്കുകയാണെങ്കിൽ അതായിരിക്കും മെച്ചം. പിന്നെ ഏതായാലും നാളത്തേക്ക് നമുക്ക് ഒരു പേഴ്സണൽ ട്രിപ്പ് ഏതായാലും ഒരു മേഡം വിളിച്ചിട്ടുണ്ട്. അത് സ്ഥലം എനിക്ക് ക്ലിയർ ആയില്ല. കൊല്ലപ്പള്ളിയോ അങ്ങനെയാണ് എന്തോ സ്ഥലം. എവിടെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അവരുടെ ലൊക്കേഷനാ കേട്ടോ. അവിടെ ചെല്ലുമ്പോ അറിയാം എവിടെയാണ്. എന്തോ മരിച്ചടക്കം എന്തോ ഉണ്ട്. പരിപ്പിന്റെ എന്തോ ട്രിപ്പാണ്. അപ്പൊ അവരവിടെ ആക്കിയിട്ട് തിരിച്ച് കൊണ്ടുവരേണ്ടതായിട്ട് വരും എന്ന് തോന്നുന്നു. ഒരു പ്രായമായ ഒരു അപ്പച്ചനും അമ്മയുണ്ട് അവിടെ. ഇതിന് മുന്നേ ഞാൻ അവരുടെ ട്രിപ്പ് പോയിട്ടുണ്ട്. നമ്മുടെ കല്ലൂർക്കാട് പോകാൻ വേണ്ടി 1-2 തവണ അവരുടെ ട്രിപ്പ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ട്രിപ്പ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും. ഈ പ്രാവശ്യം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓക്കെ പറയുകയും ചെയ്തു. നാളെ 8 മണിക്ക് ചെല്ലാന്നാണ് പറഞ്ഞത്. മല്ലപ്പള്ളിയാണോ കൊല്ലപ്പള്ളിയാണോ എന്തോ പറഞ്ഞു. പട്ടിയെ കുളിപ്പിക്കുക, പട്ടിനെ ഓർത്ത് എണ്ണ തേപ്പിക്കുക. സമയം 1:15 കേട്ടോ. നമുക്കത് ഗ്യാസ് അടിച്ചിട്ട് ചോറുണ്ണാം. ചോറുണ്ടിട്ട് അടുത്ത ട്രിപ്പ് വരികയാണെങ്കിൽ എടുക്കാം കേട്ടാ. ഏതായാലും ഓൺലൈനിൽ തന്നെയാണ്, ഓഫാക്കുന്നില്ല. ട്രിപ്പ് അടിച്ചാൽ എടുക്കാന്നുള്ള രീതിയിൽ രാവിലെ ഓൺലൈനിൽ കയറിയതാണ് കേട്ടാ. രാവിലെ ഓൺലൈനിൽ കയറിയിട്ട് ഇതുവരെ ഓഫാക്കി ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ 5 മണിക്കൂർ കണ്ടിന്യൂസ് ഓൺലൈനിലാണ്. പിന്നെ യൂബറിൽ നമ്മളൊരു ട്രിപ്പ് ഇപ്പൊ 1 മണിക്കൂർ ഓൺലൈനിൽ യൂബറിൽ കിടന്നിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ച് നമ്മളത് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഫ്രഷ് ആയിട്ട് വീണ്ടും 1 തൊട്ടാണ് ടൈം സ്റ്റാർട്ട് ആകുന്നത്. പക്ഷെ നമ്മള് അല്ലാണ്ട് യൂബറിന് പുറത്തുനിന്ന് അല്ലാണ്ട് നോക്കുമ്പോൾ നമുക്ക് 5 മണിക്കൂർ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ട്രിപ്പ് വരുമ്പോൾ ഓരോ ട്രിപ്പും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് 1 പറഞ്ഞാൽ വരുന്നത്. അപ്പൊ നമ്മള് 4 ട്രിപ്പ് എടുത്തെങ്കിൽ 4 തവണയും 3 തവണ 1 മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്ത പിന്നെയാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയത്. 4ാമത്തെ തവണ ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് സൗത്തിൽ നിന്ന് കുണ്ടന്നൂർ ഫോറം മാളിലോട്ട് ട്രിപ്പ് അടിച്ച്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ഇത്ര അടുത്ത് പമ്പ് കിട്ടിയ
കിട്ടിയതുകൊണ്ട് നമ്മൾ അടുത്തിവിടെ വന്ന് ഗ്യാസ് അടിക്കാന്ന് വെച്ചു. കാരണം ഇന്നലെ ഒരു 11 മണിയൊക്കെ ആയപ്പോ അടിച്ച ഗ്യാസാണ്. ഓട്ടക്കൂടുതൽ കാരണം ഗ്യാസ് ചെലവാകുന്നില്ല. വെറുതെ കിടക്കാണ്. തണലും കൊണ്ട് തണലെന്നൊക്കെ പറയുന്നത് ചൂടാണ്, ഒരു രക്ഷയില്ല, പൊരിഞ്ഞ ചൂടാണ്. നമ്മളപ്പോ പമ്പിലെത്തി. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം, ഓൺലൈനിൽ തന്നെയാണ്. പമ്പിലെത്തി. ഓക്കെ, നമുക്കപ്പോ 2 വണ്ടിയുണ്ട്. 2 വണ്ടി കഴിഞ്ഞിട്ട് 2 അല്ല, നമ്മുടെ 3ാമത്തെ വണ്ടിയാണ് ഇവിടെ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഗ്യാസ് അടിച്ചിട്ട് കാണാം കേട്ടോ. ട്രിപ്പ് വരികയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഗ്യാസ് അടിച്ചിട്ട് കാണാം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഗ്യാസ് അടിച്ചു കഴിഞ്ഞു. ഗ്യാസും അടിച്ചു, നമ്മള് ചോറും ഉണ്ട്. ഇനി അപ്പൊ നമ്മള് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഓൺലൈൻ ആക്കിയിട്ടില്ല, ഓൺലൈൻ ആയിട്ടുണ്ടെന്നല്ല, നമ്മള് ഫുള്ള് ഓൺലൈനിൽ തന്നെയാണ്. നമുക്ക് ട്രിപ്പൊന്നും വന്നില്ല. അപ്പൊ നമ്മള് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയ ഹോസ്പിറ്റലിന്റെ അങ്ങോട്ട് പോവാണ്. അവിടെ പോയി വെയിറ്റ് ചെയ്യാം. നമുക്ക് ട്രിപ്പ് അടിക്കുമെന്നറിയില്ല, എന്തായാലും അവിടെ പോയി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതുവരെ ട്രിപ്പുകളൊന്നും വന്നിട്ടില്ല. ഒരു 1:45 2 മണി ആകുമ്പോ പള്ളുരുത്തി ഡെസ്റ്റിനേഷൻ കൊടുക്കാം. പള്ളുരുത്തിന്നൊരു പിക്കപ്പ് ഉണ്ട്, പിക്ക് ചെയ്ത് മരടി ഡ്രോപ്പ് ചെയ്യാനാണ്. നമുക്ക് ഈ തണലത്തിടാം. ഇവിടുന്നാണ് നമുക്ക് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റലാണ്, എന്താ ഈ സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഈ ഓട്ടോ സ്റ്റാൻഡാണ് നമ്മുടെ സ്വന്തം ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെ ഒന്ന് ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം, ട്രിപ്പ് വരട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളിപ്പോ വീണ്ടും ഇറങ്ങിയേക്കാണ്. ഊണൊക്കെ കഴിഞ്ഞ് പേഴ്സണൽ ട്രിപ്പ് എല്ലാം കഴിഞ്ഞപ്പോ നമ്മൾ വന്നേക്കാണ്. ഇപ്പൊ നമ്മള് കുണ്ടന്നൂര് ക്രൗൺ പ്ലാസയുടെയും ലേമറേഡിന്റെയും ഇടയിൽ, ആ പാലത്തിനടിയിൽ വന്ന് കിടക്കാണ്. അപ്പൊ നമ്മള് വീണ്ടും യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്. യൂബർ ഒല്ലയും കൂടെ ഓൺ ആക്കാം. ഒല അപ്പൊ നമ്മള് 3 ഓണാക്കിയിട്ടൊക്കെയാണ്. അപ്പൊ ഇനി ട്രിപ്പ് വരുമോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് ട്രിപ്പൊന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓൺലൈനിൽ വന്നതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ട്രിപ്പ് വരാത്തത്. പിന്നെ അല്ലേ അതുപോലെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടപ്പേന്നും പറഞ്ഞ് ട്രിപ്പ് വരുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രിപ്പ് വരട്ടെ. നമുക്ക് യൂബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, നമ്മളത് എടുത്ത് കേട്ടാ. അങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത് കാണിക്കാൻ പറ്റി, അത് കിട്ടിയില്ലേ, എടുക്കുന്നത് കാണിക്കാൻ പറ്റി. നെട്ടൂരിലാണ് നമ്മൾ. അതിലെയും പള്ളിമുക്കിലേക്കാണ് കേട്ടാ.
ഗ്രൗണ്ട് ബ്ലാസ്റ്റർ അവിടെ കിടക്കായിരുന്നു. ഏതായാലും ഗ്രൗണ്ട് ബ്ലാസ്റ്റർ അവിടെ കിടന്നപ്പോ നമുക്ക് യൂബറില് ഒരു നെട്ടൂർന്ന് പള്ളിമുക്ക് മീൻസ് ചിലപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആകാൻ വഴിയുണ്ട്. എന്തായാലും നമുക്ക് എടുത്ത ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിൽജിത്ത് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ദിൽജിത്ത് ആളെ പിക്കാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നെട്ടൂരിന്നാണ്. റിവേഴ്സ് എടുത്ത് പോയാൽ പറ്റുമോ? റിവേഴ്സ് എടുക്കാം. നീ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എനിക്ക് ഇവിടുന്ന് പറ്റില്ല. സ്റ്റേഷൻ എടുത്ത് എടുക്കാം. മറ്റേ പറ്റി പറയാം. അപ്പൊ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയി. നമ്മള് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ആൾക്ക് പോകേണ്ടത്. തീരെ സമയം കുറവായതുകൊണ്ട് ആളെ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ 10 മിനിറ്റ് നേരത്തെ ആളെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ ഇവിടുന്ന് ഇനി അടുത്ത ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അടിക്കും. മുമ്പേ നമ്മൾ വന്നപ്പോ ഇവിടുന്ന് ഒരു ട്രിപ്പ് കിട്ടിയതാണ്. കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അതെ, ഇവിടെ കേട്ടില്ല. ഈ ഗ്യാപ്പിൽ ഒലയും റാപ്പിഡേയും കൂടെ ഓണാക്കി കൊടുക്കാം. ഒലയും റാപ്പിഡേക്ക് ഇത്രയും താമസം. ഓക്കെ, റാപ്പിഡേ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ട്രിപ്പ് നോക്കാം. ഏതായാലും ട്രിപ്പ് വരട്ടെ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നെട്ടൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സൗത്തിൽ നിന്ന് നെട്ടൂരിലേക്ക് വീണ്ടും അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ആളെ എടുക്കാം. ഒരു അജികുമാരൻ നായർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം. ആളെത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. അതിന് മുന്നേ ഒലേ അത് ഇതൊക്കെ ഓണാക്കാം, ഓഫ് ആക്കണം. പറ്റി പറയാമോ? 4685.
അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. സൗത്തിൽ നിന്ന് നെട്ടൂര് DD ഫ്ലാറ്റിലോട്ടായിരുന്നു. അപ്പൊ സാറിനെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു. DD ഹൈവേ ഗേറ്റ് അതാണ് ഫ്ലാറ്റിന്റെ പേര്. നമ്മള് ഫ്ലാറ്റിലെ ആളെ ഇറക്കിയിട്ട് നമ്മള് പുറത്തേക്ക് വരിക. വീണ്ടും നമ്മള് വലയൊക്കെ ഓണാക്കിയിടുകയാണ്. വല ഓണാകുന്നില്ലേ? വല ഓണാക്കി. അടുത്തത് റാപ്പിഡോ. ഓണാക്കി നോക്കാം. നെക്സ്റ്റ് ട്രിപ്പ് എവിടുന്ന് ആര് വരും, ആര് തരും എന്ന് നോക്കാം. ഇന്നിപ്പോ രാവിലെ മുതൽ നമ്മള് യൂബർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് രാവിലെ ഓണാക്കിടുകയാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ അടിക്കാതിരിക്കുകയല്ല. എന്നാലും നമ്മളിവിടെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. ഞാനവിടെ ഒതുക്കാന്നൊക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കിന്റെ ആ വണ്ടിക്കാരനവിടെ ഒതുക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ, എന്നിട്ട് അവിടെ നിന്ന് കാലിക്ക് വരണം. അപ്പൊ നമ്മള് 6:30 മണിയാകാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.